ആദ്യം ഇറാനിലേക്ക് തന്നെ പോകണം. അവിടെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ് രാജ്യം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. അവിടെ വലിയ പണപ്പെരുപ്പം, വിലക്കയറ്റമൊക്കെ സംഭവിക്കുന്നു. ഒരാഴ്ചയായി ജനകീയ പ്രക്ഷോഭം, അതും അവിടുത്തെ സർക്കാരിനെതിരെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ആ പ്രക്ഷോഭത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു. പ്രക്ഷോഭം അക്രമാസക്തമാകുന്നു. പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടൽ സ്ഥിരമായി സംഭവിക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതര സാഹചര്യം അവിടെയുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ആയി എന്നാണ് ഏറ്റവും പുതിയ കണക്കായി പുറത്തു വരുന്നത്. സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കുക, ഖമേനിയെ താഴെ ഇറക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധം ഉയരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. വിലക്കയറ്റം നേരത്തെ പറഞ്ഞതുപോലെ ആ രാജ്യത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. ജനങ്ങളൊക്കെ അസംതൃപ്തിയിലാണ്. ഇപ്പോൾ അതിൻ്റെ പ്രതിഫലനം കൂടുതലായി കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലേ? രജിത്ത്, ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, 6 മാസം മുൻപാണ് ഇസ്രായേൽ ഇറാനെതിരെ കടുത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടാവുകയും ഒപ്പം തന്നെ പിന്നാലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക പോലും ഇത്തരത്തിൽ മിസൈൽ ആക്രമണമൊക്കെ നടത്തുകയും ചെയ്ത് അതിൽ നിന്ന് കരകയറി വന്നത് അതിവേഗത്തിലായിരുന്നു ഇറാൻ എന്നുള്ളത് തന്നെയാണ്. അതിൽ പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെ പിടിച്ചുകൊണ്ട് സ്വന്തം നാട്ടിലുള്ളവർ തന്നെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കറൻസി, ഇറാനിലെ കറൻസിക്ക് ഡോളറിനെതിരെ കൂടുതൽ മൂല്യം ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ വ്യാപാരികളായിരുന്നു ഈ ടെഹ്റാൻ നഗരത്തിലെ തലസ്ഥാന നഗരിയായ ടെഹ്റാനിലെ ചില വ്യാപാര ഇടങ്ങളിൽ, ചില മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപാരികളായിരുന്നു ഇത്തരത്തിൽ ആദ്യം തുടക്കത്തിൽ ആക്രമണവുമായി രംഗത്ത്, അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. അത് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത് പിന്നീട് അതിരൂക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഇറാനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ടെഹ്റാനിലെ നഗരമധ്യത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തലസ്ഥാനത്തിന് പുറമേ ഇസ്ഫഹാൻ, ഷിറാസ്, മഷാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പലയിടങ്ങളിലും അക്രമകാരികൾ വീടുകൾക്കും ഒപ്പം തന്നെ ഈ സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ തീയിടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇങ്ങനെ സേനയുമായും ഒപ്പം തന്നെ പ്രക്ഷോഭകരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ 7 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു സുരക്ഷാ ഉദ്യോഗസ്ഥനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ അടിച്ചമർത്തിന് വേണ്ടിയുള്ള ഈ പ്രക്ഷോഭങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്ന സാഹചര്യത്തിൽ അത് അടിച്ചമർത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്.